2019 ടേണിംഗ് പോയിന്റ് ആക്ഷൻ എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന് തന്നെ ചാർലി കിർക്ക് തുടക്കമിട്ടു. ഏറെ വൈകാതെ ടേണിംഗ് പോയിന്റ് ഫെയ്ത്ത് എന്ന പേരിൽ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററുമായി ചേർന്ന് കൺസർവേറ്റീവ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതവിശ്വാസ പ്രചരണവും നടത്തി. ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവാനുള്ള പരിശ്രമവുമായി രംഗത്ത് വന്നപ്പോൾ ട്രംപിനെതിരെ ശക്തമായ വികാരം പലയിടങ്ങളിലും ഉയർന്നപ്പോൾ ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിച്ചത് ചാർലി കിർക്കായിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയം അമേരിക്കയുടെ രാഷ്ട്രീയമാണ്, അമേരിക്കയുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് എന്ന് ചാർലി കിർക്ക് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. ട്രംപ് ഫോർ സ്റ്റുഡൻസ് എന്ന മൂവ്മെന്റിന്റെ ചെയർമാനും ചാർലി ആയിരുന്നു. ചാർലിയുടെ സ്വാധീനമാണ് വാസ്തവത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ട്രംപിന് ഇത്രയേറെ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടയിൽ ട്രംപിന് നേരെ 2 തവണ വധശ്രമം ഉണ്ടായപ്പോഴും ദൈവം ഇടപെടൽ നടത്തി എന്നായിരുന്നു ചാർലിയുടെ വാദം. ആ വെടിയുണ്ട ചെവിയെ തൊട്ട് ചോരയൊലിപ്പിച്ച് കടന്നുപോയത് ദൈവത്തിന്റെ ഇടപെടലാണ് എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു ചാർലി. ചാർലിയുടെ മൂവ്മെന്റുകളെ പിന്തുണച്ചുകൊണ്ട് വലിയ ബിസിനസ്സുകാർ രംഗത്ത് വന്നതോടെ ടേണിംഗ് പോയിന്റ് USA-ക്കും ചാർലിയുടെ മറ്റ് പ്രസ്ഥാനങ്ങൾക്കും കോടികളുടെ വരുമാനമുണ്ടായി. എന്നാൽ അതിനെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആക്കി മാറ്റി കൺസർവേറ്റീവ് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ റാലികൾ നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു.